ജീവിതാവസാനത്തിൽ അർത്ഥത്തിനായി നാം കാത്തിരിക്കുന്നതല്ല. അപ്പം മുറിക്കുന്നതിലൂടെ, സമയം പങ്കിടുന്നതിലൂടെ, സ്നേഹത്തെ ജീവിച്ച് കാണിക്കുന്നതിലൂടെ നമുക്ക് ഇന്ന് അർത്ഥം ലഭിക്കുകയാണ്, അല്ലേ? വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ മീനിങ് അറ്റ് ദ എൻഡ് ഓഫ് ഡേയ്സ്, ബട്ട് മീനിങ് ഇസ് ഗിവൻ ടുഡേ. ഇന്ന് സ്നേഹത്തിൽ ജീവിക്കുന്നതിലൂടെ, അപ്പം നുറുക്കുന്ന, അപ്പം പങ്കുവെക്കുന്നതിലൂടെ നമ്മൾ ഇന്നത്തെ സമയത്തെ കുർബാനയാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് നിത്യത എന്ന് പറയുന്നത് ജീവിത അവസാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി അല്ല. അതാണെന്ന് ചിന്തിക്കേണ്ട. ഇന്ന്, ടുഡേ, അത് എളുപ്പമാണ്. ജീവിത അവസാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം ഇന്നൊന്നും ചെയ്യണ്ടല്ലോ, നാളെ കിട്ടിക്കോളുമല്ലോ. അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ന് നമുക്കതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട, നാളത്തേന് കാത്തിരുന്നാൽ മതി. പക്ഷേ കുർബാന നമ്മളോട് പറയുന്നത് നോട്ട് ടു വെയിറ്റ് ഫോർ ദ എൻഡ്, അവസാനത്തിന് വേണ്ടി കാത്തിരിക്കാനല്ല. ലിവ് ടുഡേ, ഇന്ന് ജീവിക്കാനാണ്. ടേക്ക് യുവർ ടൈം സീരിയസ്ലി. നിങ്ങളുടെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കണം. കാരണം ഘടികാരങ്ങൾ നിലച്ചു പോകുന്നൊരു കാലമുണ്ട്. ആ കാലം നമ്മെ ഓർമ്മിപ്പിക്കും. ഘടികാരങ്ങൾ നിലച്ചു പോകുന്നത് കൊണ്ട് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയത്തെ ക്രിയാത്മകമായി കാണാനാ. കൂടുതൽ സമയമൊന്നും എടുക്കണ്ട, ഉള്ള സമയത്തെ ക്രിയാത്മകമായി കാണാൻ നോക്കണം. നോട്ട് ടു വെയിറ്റ് ഫോർ ദ എൻഡ്, ബട്ട് ടു ടേക്ക് എവറി ടൈം സീരിയസ്ലി.